നമുക്കറിയാം, ഇസ്ലാം ഇന്ന് പകുത്ത് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്നും ഉള്ളത്. ലോകതലത്തിൽ രണ്ട് ഭാഗമാക്കി അതിനെ പിളർത്തിയിരിക്കുകയാണ്. ഒന്ന് ദുനിയാവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ആഖിറവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ചേർത്ത് വെച്ച ദീനിനെ ആഖിറത്തിലേക്ക് മാത്രമുള്ള ഒരു ഇടപാടായിട്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്കിടയിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിന് മറ്റ് ഇസങ്ങളാണ് അവർ അഭയം തേടിയിരിക്കുന്നത്. അത് മക്കയും മദീനയും ഉൾപ്പെടെയുള്ള സാമ്രാജ്യങ്ങളൊക്കെ ആ രീതിയിലാണ് ഇസ്ലാമിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആരാധന അനുഷ്ഠാനത്തിനുള്ള ഒരു ഭാഗം അത് അള്ളാഹുവിന് കൊടുക്കാൻ വലിയ കുഴപ്പമില്ല, അതും കുഴപ്പമില്ലാത്ത ഭാഗം മാത്രം വിട്ടുകൊടുക്കുകയും മറ്റു മുഴുവൻ മേഖലകളിലും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും രാജാധിപത്യവും തുടങ്ങി ലോകാധിപത്യം മുഴുവനും ആ രീതിയിൽ ഇന്നിപ്പോ വളരെ വലിയ ഒരു ചർച്ച നടക്കുകയാണ്. ഒമാനിലെ മസ്കറ്റിൽ നടന്ന് കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ലോകം ചുട്ട് ചാമ്പലാക്കേണ്ടതുണ്ടോ ഇല്ലേ, ആർക്കാണ് ആധിപത്യം എന്ന് തീരുമാനിക്കുന്ന അറബ് സമൂഹം ഉൾപ്പെടെ അമേരിക്കൻ സംഘം ഒരു ഭാഗത്തും, അല്ല നിങ്ങൾ മുഴുവൻ ആധിപത്യവും നിങ്ങൾക്കന്ന് വിട്ടുതരാൻ പറ്റില്ല, ഞങ്ങളും ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ളവരാണ് എന്ന് പറയുന്ന ചില വിഭാഗങ്ങൾ മറുവശത്തുമായിക്കൊണ്ട് ഒരു വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനിരിക്കുകയാണ്. എന്താണ് നടക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഇങ്ങനെ ഒരു ഇസ്ലാം പകുത്ത് കിടക്കുന്ന, ഇയ്യാക്കന ഉബ്ദുവിനെ മാറ്റിയിട്ട് ഇയ്യാക്കന നസ്തഈൻ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ എത്ര ഗൗരവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈയിടെ ഒരു സഹോദരന്റെ സംസാരം കേട്ടു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇസ്ലാമിനോട് ചെറുപ്പം മുതലേ, ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് വെറുപ്പാണ് തോന്നിയത്. കാരണം പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാം എന്ന് പറയുന്നത് വെറും കുറേ ആരാധനകളാണ്. രാവിലെ ഒരു ജീവിയും ഉറങ്ങാത്ത ഏതൊരു ജീവിയും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തണം. എന്നിട്ട് അവനെങ്ങനെ ആരാധിക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴേക്ക് ളുഹൂറിന് വന്ന് വീണ്ടും ആരാധിക്കണം. പിന്നെ അസറിനും മഗ്രിബിനും ഇശാക്കും. ഇതെന്താണ് അള്ളാഹു ഇങ്ങനെ പറയുന്ന ഒരു സാധനം? എന്നിട്ട് അതിനൊക്കെ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ആ ദിക്റും ദുആകളും അതേപോലുള്ള കുറെ സംഗതികൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ വിട്ടിരിക്കുന്ന ഒരു അള്ളാഹു. എത്ര ക്രൂരമാണ് ഈ മനസ്സ്! ഇങ്ങനെയുള്ള ഒരു അള്ളാഹു ആണ് എങ്കിൽ എന്തിനാണ് അള്ളാഹു എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രസ്ഥാനം എന്റെ ശ്രദ്ധയിലേക്ക് പെട്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലും പാകിസ്ഥാനും ബംഗ്ലാദേശിലും കാശ്മീരിലും ശ്രീലങ്കയിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പരാമർശിക്കുകയുണ്ടായി. അവരിൽ നിന്ന് അവരുടെ സാഹിത്യങ്ങളും അതേപോലെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി പഠിച്ചപ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ ദീന് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരാധനകൾ മുഴുവൻ വെച്ചിരിക്കുന്ന ഒരു മഹാദൗത്യത്തിന് വേണ്ടിയിട്ടാണ് എന്നും ആ ദൗത്യമാണ് പ്രാധാന്യമെന്നും അതിന് പ്രാധാന്യം കൊടുക്കുന്നവരുടെ ആരാധനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നൊരു സ്വച്ഛയ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് എന്താണെന്ന് കാണാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണിക്കാർക്കുണ്ടാക്കുന്ന, പലപ്പോഴും പറയാറ് ഞാൻ എൻ്റെ മനസ്സിൽ വരാറുള്ള ഒരു ഉദാഹരണമാണ്, പണിക്കാർക്കുണ്ടാക്കിയ ഭക്ഷണം അതിങ്ങനെ സുബഹിക്കുന്ന നീറ്റ് കഴിക്കും, ളുഹറിനും നീറ്റ് കഴിക്കും, ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ്. അസറിനാകുമ്പോഴേക്ക് വീണ്ടും മൂപ്പര് വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, മഗ്രിബിനും കഴിക്കുകയാണ്, ഇശാക്കും കഴിക്കുകയാണ്. പിന്നെ നേരം വെളുക്കുമ്പോൾ നീറ്റ് പിറ്റേന്ന് തുടരുകയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത് ഇത്ര ആവശ്യത്തിന് മാത്രം എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പോരെ, ആവർത്തിച്ചിങ്ങനെ കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് വലിയൊരു ദൗത്യം നിർവഹിക്കുവാനുള്ള ഭക്ഷണമാണ് ഈ പാകപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആ ജോലി ഇതിലേറെ ഭക്ഷണം കഴിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ജോലി എന്താണ് എന്നും ആ ദൗത്യം എന്താണെന്നും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് പള്ളി ഉണ്ടാക്കി അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത എങ്ങനെ ഉണ്ടായിരിക്കും അതിന്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൗത്യം എന്താണ്? ആ ദൗത്യത്തിലേക്ക് ജനങ്ങളെ കേന്ദ്രീകരിക്കണം.
അതിലേക്ക് മുസ്ലിം സമുദായത്തെ മാത്രമല്ല അതിലേക്ക് കേന്ദ്രീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. യാ അഹ്ലൽ കിതാബ് എന്ന് പറഞ്ഞ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഹൈന്ദവരും വേദങ്ങളാണല്ലോ, വേദവിശ്വാസികളാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അവരെ ഉൾപ്പെടെ വിളിച്ചിട്ട് നിർവഹിക്കേണ്ട ഒരു ദൗത്യമുണ്ട്. തആലൗ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാതെ നേരത്തെ പറഞ്ഞ മുതലാളിത്തത്തിലേക്കോ കമ്മ്യൂണിസത്തിലേക്കോ ഏകാധിപത്യത്തിലേക്കോ സ്വേച്ഛാധിപത്യത്തിലേക്കോ വിളിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ദൗത്യ നിർവഹണത്തിലേക്ക് തആലൗ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും. എന്താണ് ആ ദൗത്യം? വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ നിങ്ങളെ വിളിക്കുകയാണ്. കുനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ നീതിയുടെ സദാസമയവും നീതിയുടെ സാക്ഷികളാവുക. അള്ളാഹുവിലാണ് അതിന്റെ നീതി എന്താണ് അനീതി എന്താണെന്ന് വ്യക്തമാക്കി പഠിപ്പിക്കേണ്ടത്. അതിന്റെ അധികാരം അവനാണ്. കാരണം അവന്റേതാണ് സകലതും. അതുകൊണ്ട് അവൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ ഇന്നതാണ് എന്ന്. അതുകൊണ്ട് ആ നീതി പഠിച്ചെടുത്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ഖിലാഫത്ത് നിർവഹിക്കുക. ഞാൻ മനുഷ്യ ഖലീഫയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ ആദം നബി അലൈഹി ഇസ്ലാമെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞല്ലോ, ഞാൻ എന്റെ പ്രതിനിധിയാണ്. അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നിങ്ങൾ ഈ ഭൂമുഖത്ത് നിർവഹിക്കുക സകലതിലും. ഇതിനു വേണ്ടിയിട്ടാണ്, ഇതാണ് നിങ്ങളുടെ ദൗത്യം. അഹ്ലു സുന്നത്തിന്റെ അടിത്തറയിലുള്ള ഒരു അൽ ജമാഅത്ത് പണിതുകൊണ്ട് ഈ ദൗത്യ നിർവഹണത്തിൽ നിങ്ങൾ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത്. നമസ്കാരമൊക്കെ ഈ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷമാണ് പ്രവാചകൻ പോലും പറഞ്ഞു കൊടുക്കുന്നത്. നോമ്പും ഹജ്ജൊക്കെ അവസാനത്തെ രംഗം കാലഘട്ടങ്ങളിലാണ്. ഹജ്ജൊക്കെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ ഹജ്ജ് ഉൾപ്പെടെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഇതിന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പിന്നീട് നൽകിയ കുറെ കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഈ നീതി ഇവിടെ സ്ഥാപിച്ചെടുക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, നീതിയുടെ ഈ സത്യാസാക്ഷി നിർവഹണമുണ്ടല്ലോ, അതിന്റെ ഫലം നിങ്ങൾക്ക് സ്വന്തത്തിന് തന്നെ, വേറെയുള്ളതൊക്കെ പിന്നല്ലേ, നേതാക്കന്മാരും രാജ്യവും ഭരണവും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ അതിന് ശേഷമല്ലേ വരണം. അവനവന്റെ തടിക്ക് തന്നെ, അവനവന് തന്നെ കേടാണെങ്കിലും ശരിയെന്ന് ആദ്യം തന്നെ പറയണല്ലോ. അവനവന് നിങ്ങൾക്ക് തന്നെയോ, ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ തന്നെ എതിരാണെങ്കിലും ശരി, നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളേണ്ടതുണ്ട്. അല്ലാഹു വിശദീകരിക്കും, നോക്കൂ നിങ്ങൾ. കക്ഷി അനീതിക്കിടയാവുന്നവൻ, കക്ഷി ധനികനാവട്ടെ ദരിദ്രനാവട്ടെ മറ്റാരുമാവട്ടെ, ഏത് സമുദായം, ഏത് വർഗം, ഏത് വിഭാഗം, ആരാവട്ടെ, അനീതിക്ക് വിധേയപ്പെടുന്നവൻ, നീതി കിട്ടാതെ പോകുന്നവൻ, അവരുടെ ഗുണകാംക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട് കേട്ടോ. നോക്കൂ നിങ്ങൾ, ഈ ആലിമിന്റെ പ്രാർത്ഥന, വലുമിന് വിധേയപ്പെട്ടവന്റെ പ്രാർത്ഥനയെ അള്ളാഹു തമ്മിൽ മറയില്ല. അള്ളാഹു അതിങ്ങനെ കാത്തിരിക്കുക അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി. അവന്റെ ഇടയിൽ കാത്തിരിക്കുന്ന ഒരു റബ്ബുണ്ട്. ഈ അനീതി കണ്ടിട്ട് ഇത് അനീതിയാണ് എന്ന് പറയാതെ നമ്മൾ ദിക്റും ദുആകളുമായി കഴിഞ്ഞുകൂടി കഴിഞ്ഞാൽ ആ അനീതിക്ക് വിധേയപ്പെടുന്നവനും അള്ളാഹും തമ്മിൽ വല്ലാത്തൊരു ബന്ധത്തിലാണ് കേട്ടോ എന്ന് അവർക്കിടയിൽ അള്ളാഹു അവരുടെ ഗുണകാംക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത് ഭൂമിയിൽ ഒരാൾക്കെതിരെയാണെങ്കിലും ഒരു കണികയാണ് എങ്കിലും അനീതി ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് നടന്നു പോകരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തത്തബിയുൽ ഹവാ അൻ തഅദിലു, അതിനാൽ സ്വേച്ഛകളെ പിൻപറ്റി നീതിയുടെ നടത്തിപ്പിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. ആ നീതി ഇപ്പൊ നമുക്കെതിരെയാണ്, നമ്മളിപ്പോ അതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്ന് കരുതി ഇതിന്റെ പ്രയോഗവൽക്കരണത്തിന് അല്ലെങ്കിൽ ചില ആളുകളൊക്കെ എതിരാക്കപ്പെടും, ചില ആളുകളാൽ കൈകാര്യം ചെയ്യപ്പെടും, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇതൊക്കെ സംഭവിച്ചത് പ്രവാചകൻ അതാണ് സംഭവിച്ചത്. ആ നാടും വീടും സകലതും വിടും. അവസാനം ബദർ ജീവൻ വരെ കൊടുക്കേണ്ടി വന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് ഓപ്ഷനുള്ള കാര്യമല്ല. ഈ ദൗത്യ നിർവഹണം എന്ന് പറയുന്നത് ഇഷ്ടാനുസരണം ചെയ്യുകയും ചെയ്യാതിരിക്കുകയും തന്റെ ഇംഗിതത്തിനനുസരിച്ചത് മാറ്റിവെക്കുകയും സ്വീകരിക്കുകയും ചെയ്യാവുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അള്ളാഹു വീണ്ടും ആവർത്തിക്കുന്നത്, അതിനാൽ സ്വേച്ഛകളെ പിൻപറ്റി നീതിയുടെ പ്രയോഗവൽക്കരണത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. വ്യതിചലിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം,
ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും അള്ളാഹു സൂക്ഷ്മമായി ആഴത്തിൽ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ ഈ മേഖലയിൽ നിങ്ങളുടെ പണി എന്താണ്, നിസ്കാരത്തിൽ നിങ്ങളുടെ പണി എന്താണെന്നല്ല, ദിക്റും ദുആകളിലും 5 നേരത്തെ ഭക്തി നമസ്കാരങ്ങളിലും ഒന്നും നിങ്ങളുടെ പണി എന്താണെന്നല്ല അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നമസ്കാരം പോലും സ്വീകരിക്കണമെങ്കിൽ എന്തായി മാറണം? നിങ്ങൾ ഈ ദൗത്യത്തിൽ ആരൊക്കെ ഉണ്ട്, എത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസ് ബിൽ ഖിസ്ത്. സുവ്യക്തമായ തെളിവുകളുമായിട്ടാകുന്നു നാം നമ്മുടെ ദൂതന്മാരെ അയച്ചിട്ടുള്ളത്. എന്താണ്? അവരോടൊപ്പം വേദവും ത്രാസും അവതരിപ്പിച്ചിട്ടുണ്ട്. വേദം മാത്രമല്ല അവതരിപ്പിച്ചെന്നത്, അതിവിടെ പ്രയോഗവൽക്കരിക്കാൻ അതിന്റെ ത്രാസും അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേദവും ത്രാസും ഇങ്ങോട്ട് ഇറക്കിയത്? മനുഷ്യർ നീതിപൂർവ്വം നിലകൊള്ളുവാൻ വേണ്ടിയാകുന്നത്. മനുഷ്യർ, ഒത്ത മനുഷ്യർ, ജാതി മതമൊന്നും അവിടെ ഇല്ല. അവർ നീതിപൂർവ്വം ഈ ഭൂമുഖത്ത് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റമദാൻ സംഗമം നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന 21-ാം തീയതിയാണ് ബാംഗ്ലൂർ റമദാൻ സംഗമം. മലയാളി സമൂഹം ഒന്നിച്ച്, മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസംഗതിയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന, മണിക്കൂർ കണക്കിന് ഇരുന്നിട്ട് ചർച്ച ചെയ്തു നോക്കി. എങ്ങനെ ചർച്ച ചെയ്തിട്ടും ഇതാണ് ഈ സമയത്ത് പറയേണ്ടത്, ഇതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത്. നീതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നീതിക്ക് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹം, ജീവജാലങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്, പക്ഷി മൃഗാദികൾ ഉൾപ്പെടെ നീതിക്ക് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന, അത്രത്തോളം അനീതിക്കാണ് ലോകം മൊത്തം ജനത, പ്രത്യേകിച്ച് പിഞ്ചോമനകൾ ഉൾപ്പെടെ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീതിയെ, റസൂൽ ഹിജറ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? മക്ക വിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നീതിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ അനീതി നടക്കുന്നുണ്ട് മക്കയിൽ. എന്താണ് അനീതി? ആ അനീതി അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അനീതി. അതൊരു ചെറിയ ഭാഗം മാത്രമേ ഇസ്ലാമിൻ്റെതാവുള്ളൂ. പ്രധാന ഭാഗം അവിടെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ജനിക്കാൻ പോലും അവകാശമില്ല. ജനിച്ചതിന് ശേഷം കുഴിച്ചു മൂടപ്പെടുന്നുണ്ട്. മദ്യവും മദിരാക്ഷിയും താന്തോന്നിത്തവും അള്ളാഹുവിന്റെ സകല ആധിപത്യവും മാറ്റിമറിച്ച് താന്തോന്നിത്തം അവിടെ നടപ്പാവുന്നുണ്ട്. താന്തോന്നിത്തം മറ്റുള്ള മേഖലയിൽ പ്രവാചകൻ ഉത്ബോധനം കൊണ്ട് അവസാനിപ്പിച്ചു. മറ്റു പ്രവാചകന്മാരെ പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, നിങ്ങൾ ഈ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധനാ വസ്തുക്കളൊന്നുമല്ല യഥാർത്ഥ ദൈവം ഇതാണെന്ന് പറഞ്ഞു. വാപ്പക്കത് മനസ്സിലാവാതെ ഇനി മനസ്സിലാവുന്നത് വരെ അവിടെ നിൽക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറായില്ല. മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ അവിടുന്ന് സ്ഥലം വിട്ടിട്ട് വിടാതെ അദ്ദേഹം പിടികൂടിയത് എവിടെയാണ്? ഇതിന്റെ ഒക്കെ അടിവേരെവിടെയാണ്? അതാണ് നമ്രൂദിന്റെ അടുത്ത് സ്ഥലം വിടാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറായില്ല. വാപ്പന്റെ അടുത്തുനിന്ന് വിട്ടതുപോലെ, വാപ്പ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത് പോലെ തിരിഞ്ഞു പോവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറായില്ല. അവിടെ നിന്ന നിൽപ്പ് നിന്നു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. അങ്ങനെയാണ് അഗ്നികുണ്ഡം ഒരുക്കപ്പെട്ടത്. അവിടെ യാതൊരു വിട്ടുവീഴ്ചക്കും. എന്നാൽ മറ്റു ഭാഗത്തെ കുറിച്ച് ആരാധനയുമായി ബന്ധപ്പെട്ട ആ ഇബാദത്തുകളുമായി, അത്തരം ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, നിങ്ങൾ ബലം പ്രയോഗിക്കാൻ പാടില്ല. ശക്തി അള്ളാഹു പറഞ്ഞൊരു രീതിയുണ്ട്. ആ രീതിക്കപ്പുറം ശക്തിപ്പെടുത്തി പറയാൻ പോലും പാടില്ല. അവസാനം അത് ദേഷ്യം പിടിച്ച് അവരുടെ ഏതെങ്കിലും ഒരു ആരാധന പാത്രത്തെ എന്തെങ്കിലും ഒരു തെറി അറിയാതെയെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് വന്നു പോവാൻ പാടില്ല എന്ന് ശക്തമായി അള്ളാഹു ആ ഭാഗം വിലക്കുകയും, എന്നാൽ നമ്രൂദിന്റെ മുമ്പിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന, എന്ത് സംഭവിച്ചാലും ശരി എന്ന് പറഞ്ഞ് അഗ്നികുണ്ഡം ഒരുക്കിയത് നോക്കി നിന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ശരി നീ ചുട്ടുകള, എന്നാലും പിന്തിരിയില്ല എന്ന് പറഞ്ഞു. മൂസ അലൈഹി സ്വലാമും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് ചരിത്രം കേട്ട. എന്തിനാണ് ഈ ഖുർആനൊക്കെ എടുത്തു കൊടുക്കുന്നത്? 150-ലേറെ തവണ മൂസ അലൈഹി സ്വലാമിന്റെ പേര് എന്തിനു പറഞ്ഞു? നീതിയാണ് പ്രശ്നം, അനീതിയാണ് പ്രശ്നം. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല. നെടുക ഛേദിച്ചാലും ശരി. നെടുക ഛേദിക്കുന്നത് ഈ അടുത്താണ് ഞാൻ കൗതുകത്തോടു കൂടി നോക്കിയത്. വല്ലാത്തൊരു രംഗമാണ്. ഒരു കൈ, ആ കൈയിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കാല് മുറിച്ചു കളയാം. ഒരേ സൈഡിലാണ് ഛേദിച്ചതെങ്കിൽ മറ്റു സൈഡ് കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് പിടിച്ചു നടക്കാം, എങ്ങനെങ്കിലും കൊക്കിച്ചാടി പിടിക്കാൻ പറ്റും. പക്ഷേ പോയ കാലിന്റെ നേരെ ഓപ്പോസിറ്റ് കയ്യും പോയി കഴിഞ്ഞാൽ എങ്ങനെ ആ മനുഷ്യൻ, എത്ര ക്രൂരനാണ് അവിടെ അവരോട് ചെയ്യപ്പെട്ടത്. എന്നാലും ശരി എന്നാ പറയേണ്ടത്. അതാണ് സാഹരികൾ പറഞ്ഞത്. എന്തിനെ വിശുദ്ധ ഖുർആൻ എതിർത്തു കൊടുക്കുന്നു? കാരണം നീതിയാണ് വിഷയം. ഇത് തിരിച്ചറിയാതെ നമസ്കരിച്ചാൽ അള്ളാഹുവിങ്കിൽ കബൂലാക്കപ്പെടുകയില്ല.
അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ നീതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതേപോലെ ഓരോ പ്രവാചകന്മാരും, നമുക്കറിയാം യൂസുഫ് അലൈഹി സ്വലാമിനെ നമുക്ക് സഹോദരങ്ങള് അടുത്ത മർദ്ദന പീഠങ്ങൾ ഏൽപ്പിച്ചിട്ടും അതിലൊന്നും യാതൊരു പരാതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ഈജിപ്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണമേഖല അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നപ്പോ ആ സഹോദരങ്ങളെ ഉൾപ്പെടെ സ്വീകരിച്ചിരുത്തിയ തിന്മയേറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു കൊടുക്കുന്നത്? ആ അർത്ഥത്തിൽ എവിടെ നിങ്ങൾക്ക് അവസരമുണ്ടോ അവിടെയൊക്കെ നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. മാത്രമല്ല വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസും ശദീദും വമനാഫിഉ ലിന്നാസി ലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറസുലുഹു ബിൽ ഗൈബ് ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അതായത് സുവ്യക്തമായ തെളിവും അതേപോലെ ദൂതന്മാരെ അയച്ചിട്ടുള്ളത് അവരോടൊപ്പം വേദവും ത്രാസും അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ്? മനുഷ്യൻ നീതിപൂർവ്വം നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതോടൊപ്പം നാം ഇരുമ്പും ഇറക്കിയിട്ടുണ്ട്. എന്തൊരു പ്രയോഗമാണ്! സൂറത്തുൽ ഹദീദിലാണ് ഈ പറയുന്നത്. ഹദീദ് തന്നെ വാക്കിന്റെ അർത്ഥം തന്നെ ഇരുമ്പ് എന്നാണ്. എന്തിനാണ് ഇതിന്റെ പൊട്ടുപറകിൽ അള്ളാഹു ഇരുമ്പിറക്കിയ കാര്യം പറയുന്നത്? ഈ നീതിയുടെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അതിന്റെ കൂടെ ഈ ത്രാസും ഖുർആനും മാത്രമല്ല ഞാൻ ഇറക്കിയിരിക്കുന്നത്, ഭൂമിയിൽ എന്തുകൂടി ഞാൻ ഇറക്കിയിട്ടുണ്ട്, അതിന്റെ കൂടെ ഇരുമ്പും ഇറക്കിയിട്ടുണ്ട്. അതിൽ വമ്പിച്ച ശക്തിയാണ് കേട്ടോ ഉള്ളത്. അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് വമ്പിച്ച ശക്തിയാണ് കേട്ടോ ഉള്ളത്. ആളുകൾക്ക് ഉപകാരവുമുണ്ട്. ശരി തന്നെയാണ്, ഇരുമ്പുകൊണ്ട് വേറെ കുറെ ഉപകാരമുണ്ട്. നീതി നടപ്പാക്കാൻ മാത്രമല്ല ഇരുമ്പ്, വേറെ കുറെ ഉപകാരം അത് പിന്നെ പറയുന്നത്. അള്ളാഹു എന്തിനാണോ ഇരുമ്പിറക്കി തന്നത് അത് യഥാർത്ഥ അടിസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ എന്ത് വികസനം? ആ വികസനം തലതിരിഞ്ഞ വികസനമാണ്. യഥാർത്ഥ നീതി ഇവിടെ പ്രയോഗവൽക്കരിക്കാതെ എന്ത് തന്നെ വികസനം കൊണ്ടുവന്നാലും അനീതിയിൽ അധിഷ്ഠിതമാണ്. എയർപോർട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതി നോക്കും നിങ്ങൾ. എവിടെയാണേലും എയർപോർട്ട് വികസിക്കണമെങ്കിൽ അങ്ങോട്ട് തട്ടല്ലേ, അവന് സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി. എന്നാൽ ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല. നമസ്കാരത്തിന് വേണ്ടി പള്ളി വികസിപ്പിച്ച ഒരു ഗവർണർ, ആ പള്ളി വികസിപ്പിച്ചപ്പോ ആ പെണ്ണ് പരാതി കൊടുത്തു. പക്ഷെ പരാതി ഗവർണർ സ്വീകരിച്ചില്ല. പള്ളി വികസിപ്പിച്ച് പകരം നല്ലൊരു വീട്, അതിനേക്കാളും നല്ലൊരു വീട് എടുത്തു കൊടുത്ത് താങ്കൾ അതിലേക്ക് മാറണമെന്നൊരു ജൂത സ്ത്രീയോട് ഖലീഫ, അവിടുത്തെ ഭരണാധികാരി ഗവർണർ ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ പരാതിയുമായി തന്റെ അടിമച്ചക്കനുമായി എവിടേക്ക് പോയി? ഖലീഫയെ പോയി കണ്ടു. ഖലീഫയെ തെരഞ്ഞു നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർനോട് ഈ കഥ പറഞ്ഞു, ഈ സംഭവം പറഞ്ഞു. അദ്ദേഹം കേട്ടിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു ഒരു എല്ലിന്റെ കഷ്ണം. ആ എല്ലിന്റെ കഷ്ണത്തിൽ ഒരു വാചകം, ആ ഒരു വാചകം എഴുതി അദ്ദേഹം തിരിച്ചു കൊടുത്തു. എന്നിട്ട് ആ സ്ത്രീ അത് വഴിയിൽ നിന്ന് വലിച്ചെറിഞ്ഞു. ഞാൻ ഇത്രയും ദൂരം താണ്ടി ഇത്രയും വലിയ സംഭവം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എഴുത്ത്, അതിന് മനസ്സിലായില്ല എന്താണ് ആ പറഞ്ഞതെന്ന്. അവസാനം എന്തായി? ആ എല്ല് വലിച്ചെറിഞ്ഞത് ഈ കുട്ടി ഈ പെണ്ണ് കാണാതെ എടുത്തു, ബാഗിലിട്ടു, സഞ്ചിയിലിട്ടു. ഇതൊരു ഭരണാധികാരിയുടെ എഴുത്താണല്ലോ, അതിലെന്തോ ഉണ്ടാവുമല്ലോ എന്ന് ആ ബുദ്ധി ആ കുട്ടിക്ക് തോന്നി. അങ്ങനെ അവസാനം ഗവർണറുടെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോ ആളുകൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം എല്ല് കഷ്ണത്തിൽ എന്തോ ഒരു സംഗതി എഴുതിയിട്ട് തന്നിരുന്നു, ഞാനത് അപ്പം തന്നെ ഉപേക്ഷിച്ചു, ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ആളുകൾ ചോദിച്ചു, ഖലീഫ തന്ന എഴുത്ത് നീ എന്ത് ചെയ്തു? അത് പോയി തിരിച്ചെടുത്ത് കൊണ്ടുപോവാ. ഇനിയും മദീന വരെ പോവുക എന്ന് പറഞ്ഞാൽ, ഈജിപ്തിൽ നിന്ന് മദീന വരെ പോവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. പക്ഷേ ഈ കുട്ടി രംഗം പറഞ്ഞു, എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സഞ്ചിയിൽ നിന്ന് അത് പുറത്തെടുത്തു. അത് പുറത്തെടുത്തത് ആളുകൾ എന്താണെന്ന് അറിയാതെ അത് ഗവർണറെ ഏൽപ്പിച്ചു. ഗവർണർ ഉടനെ തന്നെ ആ വാക്ക് കേട്ടപ്പോഴേക്കും ഗവർണറുടെ അടിപിടി മാറി. എന്നിട്ട് ഈ സ്ത്രീയുടെ വീട് സന്ദർശിച്ചു. ആ സ്ത്രീയെ വന്ന് സന്ദർശിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, നാളത്തെ ജുമയും കൂടെ ഞങ്ങൾ നടത്തട്ടെ, പള്ളിയിൽ നാളത്തെ ജുമയും കൂടി ഞങ്ങൾ നടത്തട്ടെ? അവരനുവാദമുണ്ടെങ്കിൽ മാത്രം, അല്ല നടത്താൻ പറ്റില്ല എന്നതാണ് നിങ്ങളുടെ മനസ്സ് എങ്കിൽ ഇപ്പൊ തന്നെ വേണ്ടത് ചെയ്യാം, പള്ളി പൊളിച്ചു തരാം എന്ന് പറയുമാർ. അത്ര വലിയ ചരിത്രം അത് പറയുമ്പോഴേക്ക് ഈ കുത്തുബയുടെ സമയം കഴിഞ്ഞു പോകും. അതാണ് ഇസ്ലാം. പൊളിച്ചു മാറ്റി. ജുമാ കഴിഞ്ഞ ഉടനെ അത് പൊളിച്ചു മാറ്റുന്ന രംഗം കണ്ടപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഇതാണ് ഇസ്ലാമിന്റെ രീതിയെങ്കിൽ ഞാനുണ്ട് അതിൽ. ഇതാണ് ഇസ്ലാമിന്റെ നമസ്കാരമെങ്കിൽ എന്നല്ല, ഇതാണ് ഇസ്ലാമിന്റെ ദുആ എന്നും ദിക്റെന്നും പറഞ്ഞല്ല അവിടെ പറഞ്ഞത്. അതിനൊന്നും പ്രസക്തി ഇല്ല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അതൊക്കെ വളരെ പ്രസക്തമാണ്. അതൊക്കെ പ്രസക്തമാവുന്നത് എപ്പോൾ മാത്രമാണ്? ഈ നീതിക്ക് വേണ്ടി. ഇതാണ് ഇസ്ലാമിന്റെ നീതിയെങ്കിൽ അതിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് പള്ളി പൊളിക്കുന്നതിനെ തടയുകയും എന്നിട്ട് ആ പള്ളിയുടെ വക്താവായ സ്ത്രീ മാറുകയും ചെയ്തു. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു.
അതുകൊണ്ട് നീതിക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, അതോടൊപ്പം ഇരുമ്പും ഇറക്കിയിട്ടുണ്ട് കേട്ടോ, അതിൽ വമ്പിച്ച ശക്തിയുണ്ട്, ആളുകൾക്ക് ഉപകാരവുമുണ്ട്. അള്ളാഹുവിനെ കാണാതെ തന്നെ അവന്റെ ദൂതന്മാരെയും അവനെയും പിൻപറ്റുന്നത് ആരാണെന്ന് അള്ളാഹുവിന് കണ്ടറിയണം. അതാണ്, കേട്ടറിഞ്ഞാലും മനസ്സിലാക്കിയതൊന്നും പോരാ. അള്ളാഹുവിനെ കാണാതെ എവിടെ അള്ളാഹ്? ഇത് ഇത്തരം നീതിയുടെ വക്താക്കളായി വരുമ്പോഴൊരു രീതി, അതായത് ഫറോവ പറഞ്ഞല്ലോ, മൂസ പറയുന്ന റബ്ബ് എവിടെ? ഇതൊക്കെ കൂടി സ്വന്തമാക്കി ഇതിന്റെ ഉടമസ്ഥനാണെന്ന് പറയുന്ന പിന്നെ എന്താണ് പറയാ, അദ്ദേഹത്തിന്റെ മന്ത്രിയോട് പറയുന്നു, റഹ്മാനെ നീ ഒരു ഗോപുരം ഉണ്ടാക്ക്. മൂസ പറയുന്ന റബ്ബ്. ഇത് ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ട്. നമ്മളൊക്കെ ആ ചിന്തകളാണ് അവിടെ വരുമ്പോ നീതിയുടെ വർത്തമാനം പറയുമ്പോ, ആ റബ്ബ് എന്നാടോ ഇപ്പൊ ഈ ഇന്ത്യയിലൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ന പാർലമെന്റിൽ ഇന്ന നിയമസഭയിലൊക്കെ ഇതിനെന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ചോദിക്കുന്ന, എവിടെ നീ പറഞ്ഞ റബ്ബ് എന്ന് അവരും ചോദിക്കും. ഈ റബ്ബ് ദാ ഇത് നോക്കി നിൽക്കുന്നുണ്ട്, ഇത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നിന്റെ നിലപാട് എന്താണെന്ന് അവൻ അറിയണം. അതിനനുസരിച്ചാണ് നിന്റെ മരണം, നിന്റെ റൂഹിനെ സ്വീകരിക്കൽ. അതിന്റെ നിലപാട് ശരിയായിട്ടില്ല എങ്കിൽ നമസ്കാരം വെറുതെയാണ് എന്ന് പറഞ്ഞാൽ എവിടെ റബ്ബ് എന്ന് മൂപ്പരും ചോദിക്കും. നീ ആ പറഞ്ഞ റബ്ബ് എവിടെ? ആ ഗോപുരം ഉണ്ടാക്കി നമ്മളൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുന്ന മനസ്സിന്റെ ഉടമകൾ നമുക്കിടയിൽ നമ്മളിൽ തന്നെ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനത് കണ്ടറിയണം. നിങ്ങളുടെയൊക്കെ നീതിയുടെ കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ നിലപാട് എന്താണ് എന്ന് അള്ളാഹുവിന് കണ്ടറിയണം. അള്ളാഹു മഹാശക്തിയുടെ ഉടയവനും അജയ്യനും എത്രയെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ദൃഷ്ടാന്തങ്ങൾ ദൂതന്മാരെ അയച്ചത് എന്തിനാണ് എന്നും വേദവും ത്രാസും നൽകിയത് എന്തിനാണ് എന്നും ജനങ്ങൾക്കിടയിൽ നീതി നടപ്പാക്കുവാൻ ശക്തമായ ആഹ്വാനം ചെയ്തുകൊണ്ട് അതിനായി ഇരുമ്പിറക്കി തർത്തീബ് നോക്കണം. അതിനായി ഇറക്കി നിന്നാണ്. മറ്റു ഉപയോഗത്തിനും അത് നിങ്ങൾ ഉപയോഗിച്ചോ. അങ്ങനെ പല ഉപയോഗങ്ങളും അതിലുണ്ട്. ഇത് അള്ളാഹുവിന്റെ ശക്തിയില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളിൽ ആരാണ് ഇത് മനസ്സിലാക്കിയിട്ട് അദൃശ്യനായ അള്ളാഹുവിന് വിധേയപ്പെട്ട് അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ഈ സത്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാരാണെന്ന് കണ്ടറിയണം. അതോടൊപ്പം ഇതിലേക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ അഭിമാനത്തിനും സ്വത്തിനും സ്ഥാനമാനങ്ങൾക്കും ഒക്കെ വളരെ പ്രശ്നമാണ്. ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും ഒക്കെ ആരോപിക്കപ്പെടും. എന്തിനാ നമ്മൾ വേണ്ടാത്തതൊക്കെ വയ്യിൽ തലയിൽ വെച്ചെടുക്കുന്ന? നമുക്ക് അത്യാവശ്യം സുഖിച്ച് സന്തോഷിച്ച് നമുക്ക് പറ്റാവുന്നതൊക്കെ എടുത്ത് മറ്റതൊക്കെ മാറ്റി വെച്ച്. അതാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. വിശ്വാസികളോടൊപ്പം വരുമ്പോൾ നമ്മൾ ഭയങ്കര വിശ്വാസികൾ, ആരാധന, ദിക്ർ, ദുആകൾ, ആ പള്ളിയിലൊക്കെ പോയാൽ ഉഷൂകനെ വഴിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥ. എന്നാലും വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅക്കും, ശൈത്താനുമാരുമായി കൂടിയാലോ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. മദ്യം വിളമ്പാൻ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളെ പാർട്ടിയുടെ വോട്ട് ഇതാ, മുന്നണി ഇതാ, പലിശ നടപ്പാക്കാൻ ഞങ്ങളുണ്ടല്ലോ. പറച്ചിൽ മാത്രം, പ്രയോഗത്തിലാണ് പറയുന്നത്. അവർക്ക് പലിശ വിളമ്പണം. ഇനി ഒരുപാട് പലിശയുടെ ഇടപാട് നടത്താനുണ്ട്. അതുകൊണ്ട് അടുത്ത മുന്നണിയായിട്ട് ഞങ്ങളെ സ്വീകരിക്കും നിങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾ അതിനേക്കാളും വലിയ പലിശ ഇടപാട് നടത്തുന്നവരാ, അല്ലാതെ പലിശ നിരോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ അതിനേക്കാളും വലിയ ലൈസൻസ് മുമ്പ് കൊടുത്തവരാണ്, ഇനിയും കൊടുക്കുന്നവരാണ്, അല്ലാതെ മദ്യം നിരോധിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് എന്തൊക്കെയാണ്? ആധിപത്യ മേഖലയിൽ അള്ളാഹുവിനെ തഴയുക, അതാണ് അജണ്ട. ആധിപത്യ മേഖല, അത് മതേതരത്വത്തിന്, എല്ലാ മതങ്ങളെയും മാറ്റി നിർത്തിയിട്ടുള്ള മതേതരത്വം പറയുന്നത് കേട്ടോ. മറ്റു മതേതരത്വം ഇസ്ലാമിൻ്റെതാണ്. എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരു മതത്തിന് ഒരു കോട്ടവും തട്ടാതെ സംരക്ഷിക്കുന്ന മതേതരത്വം ഉണ്ടല്ലോ, അത് ഇസ്ലാമിന്റെ മതേതരത്വം. അതാണ് ഇസ്ലാമ കാണിച്ചത്. അതിനുശേഷമാണ് ഇന്ത്യൻ ഭരണഘടന ഒക്കെ എഴുതപ്പെട്ടത്. ആ മതേതരത്വമല്ല, മതങ്ങളെ മാറ്റിവെക്കണം, രാഷ്ട്രീയം വേറെ മതം വേറെ എന്ന് പറഞ്ഞ പകുക്കുന്ന ജനാധിപത്യം. കേട്ടാൽ തന്നെ നമുക്കറിയാലോ, ജനങ്ങൾക്കാണ് അവിടെ ആധിപത്യം, അള്ളാഹുവോടെ പുറത്താണ്. ഈ അർത്ഥത്തിലുള്ള ഇസങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഖാലൂ ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതാണ് മുന്നണി. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നല്ല കേൾക്കാനും വലിയൊരു ഇത് മലക്കുൽ മൗത്ത് വരുമ്പോഴേ പ്രശ്നമാവുള്ളൂ. അതുവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല സൗകര്യമായിരിക്കും. കഴിഞ്ഞ കുത്തുബയിൽ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെയാണ് പേടിക്കണമെങ്കിൽ ജനങ്ങൾക്ക് വലിയ ആദരവുണ്ടാക്കി കൊടുക്കും അള്ളാഹുവിനെ പേടിക്കണമെങ്കിൽ ജനങ്ങളടുത്ത് കുറച്ച് വെറുപ്പുണ്ടാക്കാം. ജനങ്ങൾക്കൊക്കെ ഉള്ള സ്ഥാനമാനങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി. ഇപ്പൊ മുമ്പ് കയറിയിരുന്നതൊന്നും ഇപ്പൊ കയറിയെടുക്കാൻ പറ്റില്ല. സാധാരണക്കാർ അമ്മാറും യാസൂറൊക്കെ ഇരിക്കുന്നിടത്തേക്ക്, അങ്ങനെ ബിലാൽ അള്ളാഹു ഒക്കെ ഇരിക്കുന്നിടത്തേക്ക് കയറി ഇറങ്ങി വരേണ്ടി വരും. നമ്മളെ കണ്ട് പോകുമ്പോൾ അവരുടെ കൂടെ ഒക്കെ ഇരിക്കും. വലിയ കടകടിയന്മാരായ ആളുകളുണ്ടെങ്കിൽ ആ യോഗത്തിലും ഹൽക്കയിലൊക്കെ നമ്മളൊന്ന് കൂടിത്തരാം എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോയതെന്താണ്? ഈ ബസ് എവിടേക്കാണ് പോകുന്നത്? അതുകൊണ്ട് നീതിയുടെ ബസ്സാണോ ഇത്? ഞാൻ കയറിയിരിക്കുന്ന വാഹനം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണോ? ഇതങ്ങ് പൂർത്തീകരിച്ച് വിജയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ നീതി നടപ്പാക്കപ്പെടുമോ, അനീതി തുടച്ചു നീക്കപ്പെടുമോ എന്ന ഒരു ചിന്തയെ ഇല്ലാതെ ആകെ ഈ ആയുസേ ഉള്ളൂ, അതങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരികയും നീതിയുടെ വക്താക്കളായി മാറുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ
അതാണ് ഏറ്റവും അനുഗ്രഹീതമായ രംഗം. അവർക്ക് യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, നേരെ സ്വർഗ്ഗത്തിലേക്ക്. വിശുദ്ധമാണ് നീ, എല്ലാ മേഖലയിലും നീ വിശുദ്ധമാണ്. ആധിപത്യ മേഖലയിലാണ് നിന്റെ ഏറ്റവും വലിയ വിശുദ്ധി. ഇത് റബ്ബിന്റേതാണല്ലോ. ഇപ്പൊ ഈ കോൾസവാർക്കര പള്ളി ഒരു പ്രസിഡന്റ് പറയാ, അല്ലെങ്കിൽ ഒരാൾ പറയാ ഇതിന്റേതാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പള്ളി കുറെ വാദിച്ച് കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പള്ളികൾ അങ്ങനെയാ. പ്രസിഡന്റ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പിന്നെ മിണ്ടാൻ ധൈര്യമുള്ള ഒരുത്തനും ആ പള്ളിയിലോ കമ്മിറ്റിയിലോ ഇല്ല. അങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അവന്റേതല്ലല്ലോ ആ പള്ളി, പച്ച കളവല്ലേ പറയുന്നത്. അതിന് മൗനം പാലിച്ചവരൊക്കെ അതിൽ പിടികൂടപ്പെടുകയില്ലേ? ഒരു യാഥാർത്ഥ്യമാണ്. സക്കാത്ത് നടപ്പാക്കേണ്ടത് കമ്മിറ്റിയല്ല തീരുമാനിക്കേണ്ടത്, അള്ളാഹു തീരുമാനിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഭവനമാണത്. അതുകൊണ്ട് അത് പറയാനുള്ള ആർജവും തന്റെടവും കാണിക്കാതെ എത്ര നേരം നിങ്ങൾ ആവർത്തിച്ച് നമസ്കരിച്ചാലും അള്ളാഹുവിന് അത് വിലപ്പോവുകയില്ല. നിങ്ങൾ പേടിച്ചത് കമ്മിറ്റിയെയാണ്, നിങ്ങൾ പേടിച്ചത് ജനത്തെയാണ്, നിങ്ങൾ പേടിച്ചത് നിങ്ങളുടെ താല്പര്യക്കാരായ ആളുകളെയാണ്. ഇതാണ് ഇന്ന് ലോക തലത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ വേണോ? ഇറാൻ കൊണ്ടുവരുന്ന നീതിയിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ ഇറാൻ തത്തുല്യമായ ആശയക്കാരും കൊണ്ടുവരുന്ന നീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമം വേണോ? നേരെ മറിച്ച് അമേരിക്കയും ഇസ്രായേലും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന തമ്മാടി രാജ്യം, തമ്മാടിത്വം ഈ ലോകത്ത് വേണോ? അതാണ് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒമാനിലെ മസ്കത്തിൽ തീരുമാനമാവേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നീതിയിൽ അധിഷ്ഠിതമായ എത്രയെത്ര ചെറു സംഘങ്ങളാണ് ഈ നീതിക്ക് വേണ്ടി നിലകൊണ്ട് അവർ ഈ ലോകത്തെ തന്നെ ഏറ്റവും നല്ല പരുവത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ ഞാൻ ആ നീതിയിൽ അധിഷ്ഠിതമാണ് വജ്ജഹത്ത് ചൊല്ലുമ്പോ നമുക്ക് നല്ല ബോധം വേണം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി, മുഴുവനും അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. നിനക്ക് വേണ്ടിയാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. നിനക്ക് വേണ്ടിയാണ്, അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. നിനക്ക് വേണ്ടി മാത്രമാണ്. ഇയ്യാക വ ഇയ്യാക, അതാണ് അല്ലാഹു, നിനക്ക് വേണ്ടി മാത്രം. അവിടെയാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ആ അർത്ഥത്തിൽ ആ ഏറ്റുമുട്ടലിൽ ഞാൻ ഇതിനോടൊപ്പം തന്നെയാണ് എന്ന് മലായിക്കത്തുകൾ വരുമ്പോൾ വിശുദ്ധമായ അവസ്ഥയിൽ അതിന്റെ മനസ്സിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. അത് ശരിയായാൽ മുഴുവൻ ശരിയായി എന്നും, അത് മലീമസമാണ് എങ്കിൽ അതിൽ ഒരു തരം ശിർക്ക് മാത്രമേ ഉള്ളൂ എങ്കിലും ബാക്കി കൊണ്ട് യാതൊരു ഫലവുമില്ല. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ഈ ഷഹാദത്ത്, ഈ സത്യസാക്ഷ്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വമൻ അദ്ലമ മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്, തന്റെ പക്കലുണ്ടായ പ്രകടമായി സത്യം അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അവിടെ ഒരുത്തനും ആളാവാൻ അനുവദിക്കുകയില്ല. ആളായാൽ അവന് എല്ലാ അർത്ഥത്തിലും ദുനിയാവിലും ആഖിറത്തും നഷ്ടമാണ്, നാശമാണ് അവനുണ്ടാവുക എന്ന വലിയ സത്യം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കെ അത് ജനങ്ങൾക്ക് കൈമാറാത്തവനേക്കാളും വലിയ അക്രമി മറ്റാരാണ്? അവന്റെ മറ്റു കർമ്മങ്ങൾ സ്വീകാര്യമല്ല. അതുകൊണ്ട് അളുലമുന്ന ഷിർക്ക് എന്ന് പറയുന്നത് ദുൽമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏത് മേഖലയിലാണെങ്കിലും ഇന്ന ഷിർക്കല ദുൽമുൻ അളീമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സത്യം പ്രകടമാവാതിരുന്നാൽ, പ്രകടമാക്കാൻ വേണ്ടി അതിന്റെ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ ജിഹാദ്, പ്രവാചകൻ നടത്തിയ ജിഹാദ്, അല്ലാതെ തീവ്രവാദികളും ഭീകരവാദികളും പറയുന്ന ജിഹാദല്ല, അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ ജിഹാദ്. ആ ജിഹാദ് റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ ഉൾപ്പെടെ അതിജയിക്കുന്ന ആ ജിഹാദിൽ ഏർപ്പെടാതെ ഇരിക്കുന്നവനേക്കാളും വലിയ അക്രമി മറ്റാരാ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഹിജറ ഹിജറ വിട്ടിട്ട് സ്വന്തം രാജ്യവും വീടും വിട്ടിട്ട് അങ്ങോട്ട് പോയത്. ഷഹാദത്തുൽ ഹക്കിന് അത് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ നമുക്ക് തയ്യാറാവണം. ഈ സന്ദേശമാണ് റമദാൻ സംഗമം ഉയർത്തിപ്പിടിക്കുന്നത്. അതിന്റെ വിശദമായ അർത്ഥത്തിലുള്ള കേൾവിക്കും അതേപോലെ പഠനത്തിനും അതിന്റെ സന്ദേശം വ്യത്യസ്തരായ ജനങ്ങളിലേക്ക് കൈമാറുന്നതിന് വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് കൂടുന്നു വരുന്ന 21-ാം തീയതി. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ആ ബാംഗ്ലൂർ നിവാസികൾ നാട്ടിൽ നിന്ന് പോലും വരുത്താൻ പറ്റുമെങ്കിൽ അവർക്ക് കൂടി ഉൾപ്പെടുത്തി നൽകാവുന്ന ഒരു വലിയ അജണ്ടയാണ് അവിടെ നടപ്പാക്കപ്പെടാൻ പോകുന്നത്, കേൾപ്പിക്കപ്പെടാൻ പോകുന്നത്. അതിന്റെ ഫോളോ അപ്പ് കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നടത്തിയിട്ട് വലിയ ഒരു ദൗത്യ നിർവഹണം, അതാണ് അതിന്റെ പങ്കാളിത്തമാണ് അതുവഴി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഇനി വരുന്ന നാളുകളെ കഴിഞ്ഞുകൂടുകയും ഇറങ്ങിത്തിരിക്കുകയും തന്റെ സകലതും വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിവെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിയാലും ആരും കൊഴങ്ങിപ്പോവുകയില്ല. അള്ളാഹു അവരെ കൈയൊഴിയുകയില്ല, സ്വീകരിക്കുക തന്നെയായിരിക്കും. എന്നാൽ കഴിയുന്നതെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് ഈ അർത്ഥത്തിൽ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഈ നീതിയുടെ സാക്ഷികളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.